ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പലരുടെയും സംശയമാണ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു എന്തൊക്കെ സാധനങ്ങൾ ചേർക്കണമെന്ന് ഞാൻ കാണിക്കുന്നില്ല. ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സോപ്പ് ബേസ്. നമ്മൾ ഇത് വെച്ചാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. ഇതൊരു വലിയ പീസായിട്ടാണ് വരുന്നത്. നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതിലും ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പം മടി കാരണം ഇച്ചിരി വലിപ്പത്തിന് അരിഞ്ഞിട്ടേക്കുന്നതാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും വേറൊരു പാത്രത്തിൽ നമ്മളിത് അരിഞ്ഞിട്ട് ഇത് ചൂടിൽ മെൽറ്റാവാൻ വയ്ക്കും കേട്ടോ. വെള്ളത്തിൻ്റെ പുറത്താണ് വെക്കുന്നത്, ഡയറക്റ്റ് അടുപ്പിൽ വെക്കുകയല്ല. വെള്ളത്തിൻ്റെ പുറത്ത് വെച്ച് അത് മെൽറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ മെൽറ്റായി വരും. അപ്പോൾ വലിയ പീസായതുകൊണ്ടാണ് പെട്ടെന്ന് മെൽറ്റായി വരാത്തത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞിടുവാണെങ്കിൽ, കുത്തി കുത്തി അരിഞ്ഞിടുവാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. കുറച്ച് സമയത്ത് മെനക്കേടാണ് കേട്ടോ. ഒരുപാട് നമ്മളിങ്ങനെ ഇളക്കിയൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇളക്കിയാണ്. ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പതയായി വരും. അപ്പോൾ മെൽറ്റായി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കേണ്ട സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ ചെയ്യുന്നത് അലോവേര സോപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അലോവേരയ്ക്ക് നമ്മൾ ചേർക്കുന്നത് വൈറ്റമിൻ ഇ ചേർക്കാറുണ്ട്. അതുപോലെ അലോവേര നാച്ചുറൽ ജെല്ലാണ് കേട്ടോ ചേർക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നില്ല, നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ച് ചെറിയൊരു കളറും കൂടെ ചേർക്കും. ഇത് നമ്മൾ അലോവേര ജെല്ല് അരയ്ക്കുമ്പം കിട്ടുന്ന കളറാണ് കേട്ടോ. ജെല്ലും കുറച്ച് തൊലിയും കൂടി ഇട്ടുമ്പോൾ കിട്ടുന്ന കളറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു കളർ കൂടെ ചേർത്ത് കൊടുക്കും. കാരണം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ അതിന് സോപ്പിനൊരു കളറില്ലാതെ വരും. നമ്മൾ ഈ ഒരു ട്രേക്കകത്തൊക്കെയാണ് ഇട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫുൾ വീഡിയോ ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഫുൾ വീഡിയോ നമ്മുടെ ഇവിടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ ഇതാണ് അലോവേര സോപ്പ്. പറഞ്ഞാൽ സ്ക്വയർ ടൈപ്പിലും വരുന്നുണ്ട്, റൗണ്ട് ഷേപ്പിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെ നാച്ചുറൽ സോപ്പ് ആവശ്യമുള്ളവർ ഒന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യാനും മറന്നു പോകലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.